ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആദ്യമേ വിചാരിച്ച് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1123 റാങ്ക്. എന്നാൽ ആ 1123 നിന്നും 1-ാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അടുത്ത ലിസ്റ്റിലേക്ക് ഉയർന്ന റാങ്കുകളിൽ എത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഞാനാണെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. ആദ്യമൊക്കെ കാറ്ററിംഗ് വർക്കിന് പോവുക, അതുപോലെ ഞാൻ കടകളിലൊക്കെ ജോലി ചെയ്തായിരുന്നു. അതിനിടയ്ക്ക് പറ്റുന്ന സമയത്തായിരുന്നു ഞാൻ തുടങ്ങി വെച്ചത്. പിന്നെ പരീക്ഷ അടുത്തപ്പോൾ മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ടും PSCയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ സമയം കണ്ടെത്തി പഠിക്കുക, മുന്നോട്ട് പോവുക, ഉന്നത വിജയം കൈവരിക്കുക. നമസ്കാരം, എൻ്റെ പേര് സജിത്ത് AV. ഞാൻ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൽ പത്തനംതിട്ട ബറ്റാലിയനിൽ 1-ാം റാങ്ക് നേടാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം PSC എക്സാമൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോച്ചിങ്ങിനൊക്കെ കൂട്ടുകാരോടൊപ്പം പോയായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം എനിക്ക് ഇവിടെ കോച്ചിങ് സെൻറ്ററുകളെല്ലാം അടയ്ക്കുകയും അതിനുശേഷം കോച്ചിങ് ഒക്കെ പോകാൻ പറ്റാതെ വന്നപ്പോൾ ജോലി അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെ ഞാൻ മാൻകൈൻ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്തായിരുന്നു 1 വർഷത്തോളം. എന്നാൽ അതിനിടയ്ക്ക് തന്നെ ഞാൻ CPOയുടെ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് എക്സാമൊക്കെ എഴുതിയായിരുന്നു. അങ്ങനെ പ്രിലിംസ് എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരാഗ്രഹം തോന്നി, എന്നാൽ ഇത്തവണത്തെ മെയിൻ എക്സാമിന് കുറച്ച് പഠിച്ചിട്ട് എഴുതണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് PSCയിലേക്ക് വീണ്ടും കടന്നു വന്നത്. അങ്ങനെ എങ്ങനെ തുടങ്ങണമെന്നോ എന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ള കൂട്ടുകാരോടൊപ്പം ആദ്യമായിട്ട് പഠിക്കാൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രിയുടെ ക്ലാസ്സൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സാറുമാർ പഠിപ്പിക്കുന്നതൊക്കെ ഒരുപാട് മനസ്സിലാവുന്നുണ്ടായിരുന്നു, എൻട്രിയിലെ സാറുമാരൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ എൻട്രി യൂസർ ആവുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ എക്സാമിന് എനിക്ക് എന്നാൽ അവസാന നിമിഷം ഇറങ്ങിയത് കൊണ്ടാവാം എനിക്ക് ഒരുപാട് ബാക്കിലോട്ട് പോകേണ്ടി വന്നു. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1123 ആയിരുന്നു. എന്നാൽ എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റാങ്കൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ പറയാനൊരു വിഷമമായിരുന്നു, ഒരുപാട് ബാക്കിലാണെന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, അടുത്ത എക്സാമിനെങ്കിലും എനിക്ക് ഇനി മുന്നോട്ട് വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങനെ പഠിച്ചാൽ പോരാ, കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പഠിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ എനിക്ക് 1123 നിന്നും ഇത്തവണത്തെ എക്സാമിന് 1-ാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് ഫയലുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോഴായിരുന്നു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ റാങ്ക് ഫയൽ കൊണ്ട് പഠിക്കുമ്പം എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് തോന്നി. എന്നാൽ വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒന്നുകൂടെ നോട്ടൊക്കെ വായിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരോടൊപ്പം കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, അമ്പൻകോവിൽ എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ കൂട്ടുകാർ ഒരു 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിക്കുന്നത്. അവരുടെയും ഹെൽപ്പോട് കൂടിയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻട്രി ആപ്പിലൂടെയുള്ള വീഡിയോകൾ കാണാനും സാധിച്ചതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ ടെലഗ്രാമിലുള്ള പല ചാനലുകളിലും ക്യുസൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുമായിരുന്നു. ആ ക്യുസുകളും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലും നമ്മൾ ഫോഴ്സിനൊക്കെ പഠിക്കുമ്പം 50 മാർക്കോളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇവയ്ക്കെല്ലാം 10 മാർക്ക് വെച്ച് അങ്ങനെ 50 മാർക്കോളം ഈ സബ്ജക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇത്രയും ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ കറണ്ട് അഫെയർ 10 മാർക്ക്, അതുപോലെ തന്നെ എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കോളം ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ ടോപ്പിക്കുകളിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചു. GK ഒക്കെ ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ ആവശ്യമുള്ള പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുകയും ബാക്കി ഈ പറഞ്ഞ മാർക്ക് തോനെയുള്ള ഭാഗങ്ങൾ നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുമായിരുന്നു. അതിനുശേഷം ക്ലാസ്സുകൾ കാണും. തലേന്ന് പഠിച്ച ടോപ്പിക്കുകൾ എടുത്ത് വെച്ച് ഒന്നുകൂടെ റിവൈസ് ചെയ്യും. ആദ്യമേ ബുക്ക് വെച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കും, ഇന്നലെ പഠിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കും. അതിനുശേഷം പിന്നെ പുതിയ പുതിയ ക്ലാസ്സുകൾ കാണുമായിരുന്നു. അതിനുശേഷം നോട്ടുകൾ തയ്യാറാക്കുമായിരുന്നു. അങ്ങനെ പരമാവധി എനിക്ക് എക്സാം അടുക്കും തോറും എനിക്ക് ആ എക്സാം മാർക്ക് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ പരമാവധി സമയം ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള വേളകളിൽ ഞാൻ പാട്ടുകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും മാക്സിമം ടൈമിൽ ഞാൻ പഠിക്കാൻ തന്നെ ആയിരുന്നു ഉപയോഗിച്ചത്.
അതുപോലെ തന്നെ രാത്രിയിൽ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ഒരു 7 മണി 7:30 തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ പരീക്ഷയിൽ 1ാം റാങ്ക് നേടാൻ എൻട്രി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതിലെ വീഡിയോ ക്ലാസ്സുകളാവട്ടെ, എനിക്ക് വേറെ എവിടെയും പോയി നോട്ടുകൾ അന്വേഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. മിക്ക നോട്ടുകളും എല്ലാ സിലബസിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ എൻട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ പലയിടത്തുനിന്ന് കണ്ടെത്തേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചത് എൻട്രിയാണ്. അതുപോലെ തന്നെ എൻട്രിയിലെ റിവിഷൻ ക്ലാസ് ഒരുപാട് എന്നെ സഹായിച്ചെന്നുള്ളതാണ്. ഞാൻ എല്ലാ ക്ലാസ്സും കണ്ടിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തലേന്ന് പഠിച്ച ക്ലാസ്സിൽ നിന്ന് വരെ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻട്രിയോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആവട്ടെ, ആദ്യമൊക്കെ ഇംഗ്ലീഷ് എനിക്ക് പാടായിട്ട് തോന്നിയായിരുന്നു. എന്നെക്കൊണ്ട് അത്രയും പറ്റത്തില്ല എന്ന് തോന്നിയെടുത്തുനിന്ന് രഞ്ജിത്ത് സാറാണ് നമുക്ക് മോട്ടിവേഷൻ തരികയും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റൂല, ഒരു തവണ ചെയ്ത് നോക്ക്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് ആ ഇംഗ്ലീഷ് നമുക്ക് അത്രത്തോളം പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തരികയായിരുന്നു. അതുപോലെ തന്നെ മലയാളം ക്ലാസ് ആവട്ടെ, എല്ലാ ക്ലാസ്സുകളും എൻട്രി പ്രൊവൈഡ് ചെയ്തത് നല്ല ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ നോട്ടിന് എല്ലാം അടങ്ങിയിട്ടുള്ള നോട്ടായിരുന്നു. ഈ അവസരത്തിൽ എനിക്ക് നേട്ടം കൈവരിക്കാൻ സഹായിച്ച എൻട്രിയിലെ എല്ലാ അധ്യാപകരോടും മറ്റ് അധ്യാപകരോടും അതുപോലെ തന്നെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനി എക്സാം എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മളെ വിശ്വസിക്കുക. കാരണം നമ്മളെക്കാൾ അറിയാവുന്ന വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നിടം വരെ മുന്നോട്ട് പോവുക. ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ നിങ്ങളെക്കൊണ്ടും പറ്റും. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.